യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം യോനാ പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്. യോനാ പ്രവാചകൻ്റെ ഉള്ളു തകർന്നുള്ള നിലവിളിയാണ്. പ്രാർത്ഥിക്കുന്നത് ഒരു ദേവാലയത്തിലിരുന്നല്ല, ഒരു പ്രാർത്ഥനാമുറിയിലിരുന്നല്ല, ഒരു അനുകൂല സാഹചര്യത്തിലിരുന്നല്ല,
യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നാണ്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോൾ യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിഞ്ഞുകൂടെ യോന മരിച്ചു കഴിഞ്ഞിരുന്നോ എന്ന്. മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നപ്പോൾ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് യോനാ പ്രവാചകൻ്റെ അടയാളം എന്ന് തൻ്റെ ക്രൂശാരോഹണത്തെ തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ട് 3 നാൾ പാതാളത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നതിനെ യോനാ പ്രവാചകൻ്റെ ഒരടയാളമായി കാണിക്കുന്നത് കൊണ്ട് ഒരുപക്ഷേ യോനാ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിരുന്നോ നമുക്കറിഞ്ഞുകൂടാ. അടുത്ത കാലത്തെ ശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തങ്ങൾ ഏതാണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നുണ്ട്. ഡോക്ടർ മോറിസ് റൗലിങ്സ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു കാർഡിയോളജിസ്റ്റ് എഴുതിയ ഒരു പുസ്തകമാണ് ബിയോണ്ട് ഡെത്ത്സ് ഡോർ എന്ന പുസ്തകം. മരണവാതിലിനപ്പുറം എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ബിയോണ്ട് ഡെത്ത്സ് ഡോർ, മരണവാതിലിൻ്റെ അപ്പുറം. മറ്റൊരു പുസ്തകമുണ്ട്, അത് ഡോക്ടർ മോഡി എഴുതിയ പുസ്തകമാണ്. DL മോഡി അല്ല, ഡോക്ടർ മോഡി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നതാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ഇഹലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. അതിനെക്കുറിച്ചെല്ലാമുള്ള വളരെ വ്യക്തമായ ചില പഠനങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത്. ആ പുസ്തകങ്ങളിൽ കാണുന്ന ചില അനുഭവങ്ങളിൽ നിന്ന്, ചില അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മരണം ജീവിതത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം, മനുഷ്യൻ ക്ലിനിക്കലി ഡെഡായതിനു ശേഷം, മരിച്ചതിന് ശേഷം ഒരു ഇരുളടഞ്ഞ ഗുഹയിൽ കൂടി ആത്മാവ് കടന്നു പോകുന്നു എന്നും ആ ഗുഹയിൽ ഇരുവശത്തും ഭീകര ശബ്ദം, ഗർജനങ്ങൾ, അട്ടഹാസങ്ങൾ, ആക്രോശങ്ങൾ, ദീനദീന രോദനങ്ങൾ എല്ലാം കേൾക്കുന്നു എന്നും, എന്നാൽ ഈ ഇരുളറയിൽ കൂടി കടന്നു പോകുന്ന, ഇരുണ്ട ഇടനാഴിയിൽ കൂടി കടന്നു പോകുന്ന ആത്മാവ് വളരെ ഭയപാരവശ്യത്തോടെ, വേവലാധിയോടെ ദൈവത്തോടെ, അയ്യോ എൻ്റെ ഭൗമിക ജീവിതകാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, എനിക്കൊരായുസ് കിട്ടുമോ എന്ന് പറഞ്ഞ് കരയുന്നു എന്നും, അങ്ങനെ കരയുന്നതിൻ്റെ ഫലമായി ചില ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നും മറ്റുമുള്ളതായ സാക്ഷ്യങ്ങൾ അത് ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാനല്ല ഞാൻ തുടങ്ങുന്നത്. പക്ഷേ മരണത്തിന് ശേഷം നിത്യതയുടെ യാഥാർത്ഥ്യം നേരിട്ട് കാണുന്ന മനുഷ്യാത്മാവ് അഗാധമായ ദുഃഖത്തോടുകൂടെ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതകാലം നഷ്ടപ്പെടുത്തിയല്ലോ, ഭൂമിയിലെ ജീവിതകാലം ഞാൻ കളഞ്ഞുപോയല്ലോ, എൻ്റെ ഭൂമിയിലെ ജീവിതകാലം ഞാൻ പാപത്തിനും തിന്മയ്ക്കും വേണ്ടി ജീവിച്ച്, ദൈവബോധമില്ലാതെ ജീവിച്ച് നിത്യ അന്ധകാരത്തിലേക്ക് ഞാൻ കടന്നു വരേണ്ടി വന്നല്ലോ എന്നോർത്ത് വിലപിക്കുന്ന അനേകമനേകം ആത്മാക്കളുടെ ദീനദീന പ്രലപനങ്ങൾ ആ പുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ മോറിസ് റൗലിങ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലം, ഹൃദയസ്തംഭനം മൂലം, മസ്തിഷ്കാഘാതം മൂലം അങ്ങനെയെല്ലാം വന്നു ചേരുന്ന ചില മരണാസന്നരായ രോഗികൾ അവിടെ വന്നതിന് ശേഷവും ചിലപ്പോൾ അതിനു മുൻപും മരിച്ച് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ വന്നവർക്ക് റീസസിറ്റേഷൻ കൊടുത്ത്, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് അവർക്ക് ജീവൻ ലഭിക്കുന്നുവെന്നും, ജീവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ മരണശേഷമുണ്ടായ അനുഭവങ്ങൾ എത്ര ഭയാനകമാണ് എന്ന്, ഇരുളിൻ്റെ കരാളമായ ആക്രമണങ്ങൾ എത്ര രൂക്ഷമാണ് എന്ന് ആ ആത്മാക്കൾ ഓർമ്മയിൽ നിന്ന്
പെട്ടെന്ന് ചകഞ്ഞെടുത്ത് പറഞ്ഞത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഈ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ മോറിസ് ലൗലിങ്സ് ബിയോണ്ട് ഡെസ്ക് ഡോർ എന്ന പുസ്തകത്തിൽ. ഒരു പക്ഷേ അതുപോലുള്ള ഒരു അനുഭവത്തിലേക്ക് യോനാ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിരുന്നുവോ നമുക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നറിയാം, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോന പ്രാർത്ഥിച്ചു. യോന പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തേത്, യോനായുടെ ആ ദയനീയമായ അവസ്ഥയിൽ, അരിഷ്ടാവസ്ഥയിൽ യോന ചെയ്തത് പ്രാർത്ഥനയാണ്, പ്രയർഫുൾനെസ്. ഒന്നാമത്തെ കാര്യം അതാണ്. അത് നാം ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീക്കപ്പെട്ടു എന്നുള്ള അംഗീകാരമാണ്. യോന അങ്ങ് സമ്മതിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൃപയിലല്ല, ഞാൻ ദൈവത്തിൻ്റെ കൃപയുടെ ശരണത്തിലല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധത്തിലല്ല, ദൈവവുമായിട്ടുള്ള രമ്യതയിലല്ല, ഐക്യത്തിലല്ല, നിരപ്പിലല്ല, ഞാൻ ദൈവസന്നിധിയിൽ നീക്കം വന്ന അവസ്ഥയിലാണ്. അങ്ങനെ പറഞ്ഞ് യോന അഡ്മിറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം അഡ്മിറ്റൻസ്. യോന സമ്മതിച്ചു കൊടുക്കുകയാണ്, ഞാൻ ദൈവകൃപയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ അന്യപ്പെട്ടു പോയല്ലോ. മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാണ്, യോനയ്ക്ക് ആ അവസ്ഥയിലും പ്രത്യാശ ലഭിച്ചു, ഹോപ്പ്ഫുൾനെസ്. യോനയ്ക്ക് പ്രത്യാശ ലഭിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നീക്കപ്പെട്ടു, എൻ്റെ വഴികളെല്ലാം അടഞ്ഞു, എങ്കിലും ഞാൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നുപോയി, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യാശയുടെ വാക്കുകൾ, നിരാശയ്ക്ക് ഇടം കൊടുക്കുന്നില്ല, നെഗറ്റീവ് തിങ്കിങ് അല്ല, നിഷേധാത്മക സമീപനമല്ല, പ്രത്യാശയുടെ വാക്കാണ്. ഞാൻ ദൈവ സന്നിധിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ദൈവ മന്ദിരത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ദൈവത്തിൻ്റെ തിരുനിവാസത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു പോയിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. യോന പ്രാർത്ഥിക്കുകയാണ്, ദൈവസന്നിധിയിൽ പ്രത്യാശയോടെയുള്ള പ്രാർത്ഥന, ഹോപ്പ്ഫുൾനെസ്. ഒന്ന് പ്രയർഫുൾനെസ്, രണ്ട് അഡ്മിറ്റൻസ്, മൂന്ന് ഹോപ്പ്ഫുൾനെസ്. നാലാമത്തെ കാര്യമാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അതാണ് 9-ാം വാക്യം. ഒന്നുകൂടി വായിച്ചു കേൾക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യോനാ പ്രവാചകൻ റീഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, വീണ്ടും സമർപ്പിക്കുകയാണ്, വീണ്ടും പ്രതിഷ്ഠിക്കുകയാണ്, വീണ്ടും തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഒരിക്കൽ നേർച്ച ഞാൻ ഇതുവരെയും നിവർത്തിച്ചില്ല, ഞാൻ നിവർത്തിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ദൈവമേ, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞവനാണ്, നിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വാക്ക് പറഞ്ഞ ഒരു മനുഷ്യനാണ്, നിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചവനാണ്. പക്ഷേ ഇതുവരെയും സമർപ്പണം ഞാൻ വാസ്തവമായി ജീവിതത്തിൽ അനുഭവമാക്കിയില്ല. വാക്കാൽ സമർപ്പിച്ചു, ഞാൻ ചിലതെല്ലാം ചെയ്തു എന്നെനിക്ക് ഭാവിച്ചു, ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ് എന്ന് ഞാൻ അഭിമാനിച്ചു. കടലും കരയുണ്ടാക്കിയ യഹോവയായ ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എബ്രായരുടെ ദൈവമായ യഹോവയെ ഭജിക്കുന്ന ഒരു എബ്രായനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അഭിമാനിച്ചു. പക്ഷേ ജീവിതത്തിൽ ഈ സമർപ്പണം നിറവേറ്റിയില്ല, ദൈവത്തോട് പറഞ്ഞ വാക്ക് നിറവേറ്റിയില്ല. അവിടെ മരണത്തിൻ്റെ വാതിൽക്കലെത്തി നിന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ സമർപ്പണം സത്യമായിരുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിലെ സമർപ്പണം പാളിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കിയത്, സാക്ഷാത്തായ സമർപ്പണത്തിലേക്ക് ഞാൻ വന്നെത്തിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത്, ഞാൻ സമർപ്പണം പറഞ്ഞെങ്കിലും അത് അനുഭവമാക്കിയില്ലല്ലോ എന്ന് ഗ്രഹിച്ചത്. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും, സ്തോത്രനാദത്തോടെ നിനക്ക് ഞാൻ യാഗമർപ്പിക്കും. ദൈവമേ, ഞാൻ നിനക്ക് യാഗമർപ്പിക്കും. യാഗമർപ്പിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ആദ്യം, പക്ഷേ ഇതുവരെ ഈ യാഗം അർപ്പിച്ചില്ല. ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു പറഞ്ഞതാണ്,
നടന്നില്ല. ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറഞ്ഞതാണ്, നടന്നില്ല. സ്നേഹിതരെയും നമ്മിൽ പലരും അതുപോലെ പറഞ്ഞവരല്ലേ? നമ്മിൽ പലരും ദൈവത്തോട് വാക്ക് പറഞ്ഞവരല്ലേ? നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ദൈവത്തോട് വ്യക്തമായ പ്രതിഷ്ഠ പറഞ്ഞവരില്ലേ? വ്യക്തമായൊരു ജീവിത സമർപ്പണത്തിലേക്ക് വന്നവരില്ലേ? ഉണ്ട്, സംശയമില്ല. പക്ഷേ നേർന്നത് ഇന്നുവരെയും നിവർത്തിച്ചിട്ടില്ല. നിങ്ങൾ അനേകം പേര് മാമോദീസായൊരു വലിയ നേർച്ച നേർന്നതാണ്. നിങ്ങൾ സ്നാനമേറ്റ സമയത്ത് സാത്താനെ അന്വേഷിക്കുന്നു, സാത്താനെ അന്വേഷിക്കുന്നു, സാത്താനെ അന്വേഷിക്കുന്നത് 3 പ്രാവശ്യം പറഞ്ഞവരാണ്. മിശിഹ തമ്പുരാനെ സ്വീകരിക്കുന്നു, മിശിഹ തമ്പുരാനെ സ്വീകരിക്കുന്നു, മിശിഹ തമ്പുരാനെ സ്വീകരിക്കുന്നു എന്ന് 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞവരാണ്. പറഞ്ഞു, സമർപ്പിച്ചു, നേർന്നു, ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. പക്ഷേ നിവർത്തിച്ചില്ല. സാത്താനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞെങ്കിലും സാത്താന്യമായ പാപങ്ങൾ പിന്നെയും ജീവിതത്തിലേക്ക് വന്നു. ജീവിതത്തിൽ വ്യക്തമായ ചില പാപങ്ങളോട് യാത്ര പറഞ്ഞു. ഇന്നിന്ന പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞവരുണ്ട്. ഇനി ഞാൻ നുണ പറയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഞാൻ മദ്യപിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഞാൻ ആരോടും വൈരാഗ്യപ്പെട്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് കോപിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ അഴുതാത്ത ചീത്ത കൂട്ടുകെട്ടിന് പോവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി എൻ്റെ ഭർത്താവിന് പൂർണ്ണമായി ഞാൻ അനുസരിക്കുകയും കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുകയും വിനയപ്പെട്ടിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഞാൻ ജീവിതം ഉഴപ്പുകയില്ല, അലസമായിരിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു, ഇനി പാപത്തിൻ്റെ യാതൊരു സാഹചര്യത്തിൽ ഞാൻ ചെന്ന് പെടുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞവരുണ്ട്. നിങ്ങളിൽ അനേകം പേര് ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ സമർപ്പണം എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. അഥവാ ദൈവം നിങ്ങളെക്കൊണ്ട് സമർപ്പണം എടുപ്പിച്ച ഒരു നല്ല സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചതാണ്. ദൈവം നിങ്ങളെക്കൊണ്ട് സമർപ്പണം എടുപ്പിച്ചു. നിങ്ങൾ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അനേകം പേരിവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഇന്ന് നിങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുടങ്ങാതെ കൃത്യമായി എന്നും ദൈവസന്നിധിയിൽ തന്നെത്താൻ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഇനി കുടുംബ പ്രാർത്ഥന മുടക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഒരു ദിവസം പോലും ബൈബിൾ വായന മുടക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. വേദപുസ്തകം പഠിക്കുമെന്ന് തീരുമാനമെടുത്തവരുണ്ട്. ചില ആത്മീയ ഗ്രന്ഥങ്ങൾ കൃത്യമായി വായിച്ചു തീർക്കുമെന്ന് പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടങ്ങൾ ജീവിതത്തിൽ കിടക്കുന്നല്ലോ, കടങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നല്ലോ, കടം വീട്ടിയിട്ടില്ലല്ലോ, പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടില്ലല്ലോ. യോന പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുസന്നിധിയിൽ വാക്ക് പറഞ്ഞവനാണ്. നീ എനിക്ക് അരുളപ്പാട് തന്നതാണ്. നീ എന്നെ നിൻ്റെ വേല ഫലമേൽപ്പിച്ചതാണ്. എന്നെ നീ സ്വർഗീയ നിയോഗം തന്ന് എന്നെ നിനവയിലേക്ക് അയച്ചതാണ്. എൻ്റെ കർത്താവേ, അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സുവിശേഷം പറയാനുള്ള മഹാഭാഗ്യം നീ എന്നെ ഫലമേൽപ്പിച്ചതാണ്. പക്ഷേ ഞാനത് വിട്ട് ഞാൻ എൻ്റെ സ്വന്തം വഴിക്ക് പോയി. നേർന്നത് ഞാൻ നിവർത്തിച്ചില്ല. നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ മരണാസന്നമായ അവസ്ഥയിൽ ഇപ്പോഴിവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രത്യാശയോടെ നിന്നോടൊരു വാക്ക് പറയുകയാണ്. അതിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നാഥ, ഞാൻ ജീവിതത്തിൽ നേർന്ന നേർച്ച ഞാൻ നിവർത്തിക്കും. ഞാൻ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. ഞാൻ സ്തോത്രം ചെയ്യും, ഞാൻ യാഗമർപ്പിക്കും, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും, ഞാൻ സമർപ്പണം അർത്ഥവത്താക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രവാചകൻ്റെ ഈ വാക്കുകൾ കൂടെ എന്തനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒന്നുകൂടി ഒന്ന് പുനഃപ്രതിഷ്ഠിക്കണമല്ലോ, റീഡെഡിക്കേറ്റ് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? 4-ാമത്തെ കാര്യം റീഡെഡിക്കേഷൻ, പുനർസമർപ്പണം. രണ്ടാമതൊരു സമർപ്പണം, പുനഃസമർപ്പണം. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സുദിനമായിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായിരിക്കും. നിത്യതയിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന ശോഭനമായൊരു തീരുമാനമായിരിക്കും ഇന്ന് നിങ്ങളിപ്പോൾ ഈ പറയുന്ന വാക്ക്. കർത്താവേ, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഇത്രയും കാലം ഞാൻ നിന്നോട് വ്യർത്ഥമായ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വ്യർത്ഥമാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല.
ആത്മാർത്ഥമായി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇതുവരെയും ഞാൻ നിവർത്തിച്ചില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ നിരാശപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ പിരാകുകയില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഇനി ഞാൻ ആരെയും ശപിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ പരദൂഷണം പറയുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവേ, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഇനി എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞതാണ്. ആവശ്യമില്ലാത്ത വാക്കുകൾ ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ തീരുമാനങ്ങൾ പലതും പാളിപ്പോയി. എൻ്റെ തീരുമാനങ്ങൾ പലതും വിട്ടുപോയി. എൻ്റെ കർത്താവേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും ഞാൻ മറന്നുപോയി. സ്വർഗത്തിലെ ദൈവമേ, ഞാൻ മറന്നെങ്കിലും നീ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മറന്നു, പക്ഷേ നീ മറന്നില്ല. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ഇന്ന് വീണ്ടും ഒരു പുതിയ സമർപ്പണവുമായി വരികയാണ്. റീഡെഡിക്കേഷൻ. ദൈവമക്കളെ, ഒരു പുതിയ സമർപ്പണം നിങ്ങൾക്ക് സാധിക്കുമോ? കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എവിടെയെല്ലാമാണ് തെറ്റുകൾ സംഭവിച്ചത്, എവിടെയെല്ലാമാണ് വീഴ്ചകൾ സംഭവിച്ചത്, ഏതെല്ലാമാണ് തീരുമാനങ്ങൾ ലംഘിച്ചത്, ഏതെല്ലാം കാര്യത്തിലാണ് കടങ്ങളും പാപങ്ങളും എന്ന് കയറിയത്, നിവർത്തിക്കുമെന്ന് പറഞ്ഞത് നിവർത്തിക്കാതെ പോയ കാര്യങ്ങൾ ഏതെല്ലാമാണ്, ചെയ്യരുത് എന്നുള്ളത് ചെയ്തു പോയ ലംഘനങ്ങൾ ഏതെല്ലാമാണ്, ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ എവിടെയെല്ലാമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ദൈവത്തോട് വാക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയാം, ചിലർ ദൈവസനിൽ വാക്ക് പറഞ്ഞവരുണ്ട്. വ്യക്തമായാണ് വാക്ക് പറഞ്ഞത്. ഇനി ഞാൻ കൃത്യസമയത്ത് ജോലിക്കെത്തും, ജോലി സമയം ഞാൻ ഉഴപ്പുകയില്ല, ഞാൻ 100% ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ഞാൻ പൂർണ്ണാത്മാർത്ഥതയോടെ സ്വന്തം കാര്യം പോലെ ഞാൻ ജോലി ചെയ്യും. എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യം പോലെ, എൻ്റെ സ്വന്തം കുടുംബത്തിലെ കാര്യം പോലെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യും. നീ എനിക്ക് ആലോചന തന്നതാണ്. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നില്ല എങ്കിൽ അത് കുറ്റമാണ്, പാപമാണ്, അത് കടമാണ്, അത് ശിക്ഷാർഹമാണ് എന്ന് എനിക്ക് ദൈവത്തിൻ്റെ ആലോചന തന്നതാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. പക്ഷേ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പിന്നെയും അലസതകൾ വന്നുപോയി, അവിശ്വസ്തതകൾ വന്നുപോയി, ഉത്തരവാദിത്വമില്ലായ്മകൾ വന്നുപോയി, ചുമതലാബോധമില്ലായ്മകൾ വന്നുപോയി. എൻ്റെ കർത്താവേ, പാകപ്പിഴകൾ സംഭവിച്ചു പോയി. നിങ്ങൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇരുന്നിരുന്നോർത്ത് അനുദപിക്കാൻ വിഷയങ്ങളേറെ. ഇവിടെ യോന പറഞ്ഞു, ഞാൻ സ്തോത്രനാദത്തോടെ യഹോവയ്ക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ദയവായിട്ട് തിരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു പുതിയ സമർപ്പണം പറയൂ. റീഡെഡിക്കേറ്റ് ചെയ്യൂ. ഒന്നുകൂടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യൂ. ഒന്നുകൂടി നിങ്ങൾ സമർപ്പിക്കൂ. കർത്താവേ, ഇത്രയും കാലം ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിച്ചില്ല. ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞ വാക്കുകൾ തെറ്റിച്ച് ഞാൻ സ്വന്തം വഴിക്ക് നടന്നുപോയി. സാഹചര്യം വന്നപ്പോൾ ഞാൻ വീണുപോയി. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നപ്പോൾ ഞാൻ കെണിയിൽ പെട്ടുപോയി. പിശാചൊരിക്ക കെണിയിൽ ഞാൻ വീണുപോയി. സാത്താൻ്റെ തന്ത്രങ്ങൾ ഞാൻ കുടുങ്ങിപ്പോയി. എൻ്റെ കരുണയുള്ള കർത്താവേ, പിശാച് എന്നെ നശിപ്പിച്ചു. സാത്താൻ എന്നെ നശിപ്പിക്കുവാൻ പരീക്ഷകൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു പോയി. എൻ്റെ കർത്താവേ, ദുശ്ശീലങ്ങൾക്ക് പിന്നെയും ഞാൻ അടിമയായിപ്പോയി. ആരും കാണുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലല്ലോ, നാട്ടുകാരും അറിയുന്നില്ല, കൂട്ടായ്മക്കാരും അറിയുന്നില്ല, സ്വന്തക്കാരെ അറിയുന്നില്ല, വീട്ടുകാരെ അറിയുന്നില്ല. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങനെയെല്ലാം ചിന്തിച്ചു പോയി. സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അതെനിക്കറിയാമെങ്കിൽ പോലും ഞാനത് ഗവനിച്ചില്ല. തക്ക സമയത്ത് പ്രലോഭനം വന്നപ്പോൾ, പരീക്ഷ വന്നപ്പോൾ ഞാൻ വീണുപോയി. കർത്താവേ, നീ എന്നോടൊരു പ്രാവശ്യം കൂടി ക്ഷമിക്കണമേ. ഒരു പ്രാവശ്യം കൂടി നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാമോ? കർത്താവേ, നാഥ, ഞാൻ നിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് വീണ്ടും വരികയാണ്. നിൻ്റെ വാത്സല്യത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് വീണ്ടും വരികയാണ്. എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ പാപങ്ങൾ നീ എന്നോട് കണക്കിടരുത്. എൻ്റെ ലംഘനങ്ങളുടെ മേൽ നീ കണക്കിടരുത്. എൻ്റെ അകൃത്യങ്ങൾ നീ എന്നോട് ഓർക്കരുത്. എൻ്റെ കർത്താവേ, നിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് എഴുതി വെച്ച പാപങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. നിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ നീ കഴുകണമേ. എൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ദൈവമേ, പാപത്തിൻ്റെ വിനാശകരമായ സ്വാധീനത്തിൽപ്പെട്ട് ഉഴന്ന് ഞാൻ പൈശാചികനിടം കൊടുത്തു പോയി. കർത്താവേ, എൻ്റെ നാഥ, നീ എന്നോട് മനസ്സറിയണമേ. എന്നെ നീ ഒന്ന് വീണ്ടെടുക്കണമേ. എൻ്റെ മേൽ നിൻ്റെ കരം ഒന്ന് വയ്ക്കണമേ. എന്നെ നീ ഒന്ന് കോരിയെടുക്കണമേ. എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമോ? എങ്കിൽ കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടും. ആ സ്നേഹമുള്ള കരം നിങ്ങളെ തലോടും.
ആ സ്നേഹമുള്ള കാര്യം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. ആ സ്നേഹമുള്ള കാര്യം നിങ്ങളുടെ റീഡെഡിക്കേഷൻ കാണും. ആ സ്നേഹമുള്ള കരം നിങ്ങളെ തലോടുകയും നിങ്ങളെ ചേർത്തണയ്ക്കുകയും ചെയ്യും. വീണ്ടും സ്വീകരിക്കുന്ന ദൈവം, വീണ്ടും കൈക്കൊള്ളുന്ന ദൈവം, അനുതാപികളുടെ പ്രാർത്ഥന കേൾക്കും ദൈവം, അനുദവിക്കുന്ന മനസ്സിനെ സന്തോഷത്തോടെ കൈക്കൊള്ളും ദൈവം. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് കൽപ്പിച്ച കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകുമെന്ന് കൽപ്പിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന അത്ഭുത ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവമാക്കി തരും. സ്നേഹിതരെ, ഈ മഹാഭാഗ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? യേശു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് വിളിക്കുന്നു. യേശു നിങ്ങളുടെ നേരെ ഇതിൻ്റെ കരം നീട്ടുന്നു. ആണിപ്പാടുള്ള കരം നീട്ടിയിരിക്കുകയാണ്. മകനെ, നിനക്ക് വേണ്ടി ആ ആണിയടിച്ച് തകർന്നതായ എൻ്റെ കരം നീ കാണുമോ? ഈ കരത്തിലെ രക്തം നീ കാണുമോ? നിനക്ക് വേണ്ടിയാണ് കുറ്റമില്ലാത്ത രക്തം ചിന്തിയത്. മോളെ, നിനക്ക് വേണ്ടിയാണ് കുറ്റമില്ലാത്ത രക്തം ഞാൻ ചിന്തിയത്. ഈ രക്തം നിൻ്റെ പാപം പരിഹരിക്കാൻ വേണ്ടിയാണ്. മോനെ, നിൻ്റെ പാപം പരിഹരിക്കാനാണ് ഈ രക്തം ചിന്തിയത്. നീ എന്നെ ഒന്ന് വിശ്വസിക്കുമോ? ഈ രക്തത്തിൻ്റെ ശക്തി നീ ഒന്ന് അറിയുമോ? നിനക്കൊരു ജയ ജീവിതം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട്, വാക്ക് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ അരികത്ത് വന്ന് മുട്ടുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങളുടെ സമീപത്ത് കണ്ടുകൊണ്ട് യേശുവിനോട് പറയുവീൻ, നാഥാ, ഈ കാലം അത്രയും പാഴാക്കി കളഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാതെയും നേർന്ന നേർച്ച നിവർത്തിക്കാതെയും പറഞ്ഞ സമർപ്പണങ്ങൾ നിവർത്തിക്കാതെയും എൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നാഥാ, നീ എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും. സ്തോത്രനാഥത്തോടെ ഞാൻ യാഗം അർപ്പിക്കും. ദൈവത്തോട് വാക്ക് പറയുവീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ തന്നെ താഴ്ത്തുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ വചനം കേട്ട് ഈ ഇതിൻ്റെ മക്കളെയെല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ. എല്ലാവരെയും തഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി ഓരോരുത്തർക്ക് അനുഭവമാക്കി കൊടുക്കണമേ. എൻ്റെ കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം ശിരസിൽ വയ്ക്കുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഈ ഇതിൻ്റെ മക്കൾക്കെല്ലാം കൃപ നൽകണമേ കർത്താവേ. രോഗസൗഖ്യം നൽകണമേ കർത്താവേ. ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ബാധകൾ നീക്കണമേ കർത്താവേ. പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ കർത്താവേ. ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനം കടന്നു വരണമേ കർത്താവേ. അലോഹ്യപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ, ദൈവമേ, അസ്വരസപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ, പിണങ്ങിയിരിക്കുന്ന കുടുംബങ്ങളിൽ ഇണക്കവും ശാന്തിയും സമാധാനവും വസിക്കണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമീൻ.